ബിപിൻ ബോബനും മൊയ്റാങ്ങും പന്തിന് പുറകിലുണ്ട്. ബിപിൻ ബോബൻ പോസിബിളി വിൽ ബി ടേക്കിംഗ് ഇറ്റ്. ബിപിൻ ബോബൻ നല്ലൊരു ഷോട്ട് വരുന്നു ആൻഡ് ഓൺ ടാർഗറ്റ് ആണ്. കൃത്യമായി ഓൺ ടാർഗറ്റിലേക്ക് തന്നെ കുറച്ച് ലോ ആംഗിളിൽ തന്നെ ആ പന്ത് പ്ലേസ് ചെയ്യാനുള്ള ശ്രമം ബിപിൻ ബോബൻ നടത്തുന്നു. ആ ഒരു വാളിന് നേരെ നടുവിലൂടെ തന്നെയാണ് അടിച്ചിറക്കുന്നത്. ഗോൾ കീപ്പറുടെ കൃത്യമായ പൊസിഷനിങ്. ഷിജിന്റെ നല്ലൊരു സേവ്. ഷിജിൻ ഇത്തവണ വലിയ പ്രഷറൈസ്ഡ് ആവുന്നില്ല, വലിയ പ്രഷർ സിറ്റുവേഷനിലേക്ക് പോകുന്നില്ല. ചാൻചായിടി അനജ് ആൻഡ് അനജിന്റെ ഒരു ഫൈനൽ ഷോട്ട് പക്ഷേ ഓൺ ടാർഗറ്റ് അല്ല. പ്രീവിയസ് ഗെയിമിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളിച്ചിരുന്ന ഒരു പ്ലെയർ ആണ് ലെഫ്റ്റ് ഫ്ലാങ്കിൽ നിന്നും. അതേപോലെ തന്നെ മിഡ്ഫീൽഡിൽ അത്യാവശ്യം നല്ല, ഞാൻ മിഡ്ഫീൽഡ് കോർഡിനേഷന്റെ കാര്യം നേരത്തെ എടുത്തു പറഞ്ഞ അനജിനെ കൂടിയാണ്. ആ ഒരു ഫോർവേഡ് ലൈനിൽ നിന്ന് വിട്ടുമാറി മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി വന്ന ഒരു സെൻട്രൽ സർക്കിളിന്റെ റീജിയനിലൊക്കെ അദ്ദേഹത്തെ ഒരുപാട് നമ്മൾ കണ്ടിരുന്നു ലാസ്റ്റ് മാച്ചിൽ. സൈഡിലേക്ക് വീണ്ടും അജയ്. അജയുടെ മുന്നേറ്റം. ഗോകുലം കേരള FC. അജയ് 23ാമത് മിനിറ്റിൽ മറ്റൊരു ഗോൾ. ഗോകുലം കേരള FC വീണ്ടും ലീഡ് ഇരട്ടിപ്പിക്കുകയാണ്.